ചന്ദ്രാന്ത സീരിയൽ ഏത് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പാവം അർജുൻ ഉള്ളിടത്തോളം കാലം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലായിരുന്നു. അർജുനെ വെറുതെ കൊല്ലണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത് പിങ്കിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പിങ്കിക്ക് ഒരു സഹായി വേണമല്ലോ. അപ്പോൾ ആ സഹായി വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, ഗിരിജ എന്ന് പറയുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ പിങ്കീനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദ കണ്ണാടിയുടെ സൂര്യപ്രകാശം മോത്തിക്കാക്കുകയാണ്. അപ്പോൾ പിങ്കി ചാടി എണീറ്റിട്ട് പറയാണ്, എന്താ നന്ദ നീ കാണിക്കണത്, ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴേ, അതേ രാവിലെ സൂര്യപ്രകാശമൊക്കെ തട്ടണം, നീ ഒന്ന് നേരത്തെ എണീക്കാൻ നോക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് കോണിമ്പലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗിരിജാൻ്റെയാണ് കേട്ടോ. പക്ഷേ ഗിരിജ വന്നതൊന്നും നമ്മുടെ നന്ദയ്ക്ക് പറ്റിയിട്ടില്ല. നന്ദ ആവട്ടെ ലക്ഷ്മിയോട് പറയുകയാണ്, ഈ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും പിങ്കിയുടെ ശത്രുക്കളാണെന്നുള്ള മട്ടിലാണ് ഗിരിജേച്ചി എന്നോട് സംസാരിച്ചതെന്ന് ലക്ഷ്മിയോട് പറയുകയാണ് നമ്മുടെ നന്ദ. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, മോളെ നീ അതൊന്നും കാര്യമാക്കണ്ട, എന്തായാലും ഗിരിജ വന്നത് പിങ്കിയുടെ ഒരു സഹായിയായിട്ടാണല്ലോ, നീ ഇനി എതിർത്തൊന്നും സംസാരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് വിടുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും സീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കിട്ടോ. അർജുൻ്റെ ആ ഒരു വേർപാട് അതൊരു വല്ലാത്തൊരു തന്നെയാണ്. എങ്ങനെ പോയൊരു സീരിയലായിരുന്നു. ഇപ്പോൾ റേറ്റിങ്ങിലൊക്കെ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്.